ഹായ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാരും നല്ല തിരക്കിലാണ്. രാവിലെ ജോലിക്ക് പോകുക, വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുക. പല അതിനിടയ്ക്കുള്ള കുടുംബ പ്രശ്നങ്ങള്, മറ്റ് പൊതു പ്രശ്നങ്ങള്, പൊതു കാര്യങ്ങള്, അങ്ങനെ പല കാര്യങ്ങളിലും സജീവം ആയിരിക്കും. നമ്മളിന്ന് ആരുമില്ല പുറത്തു പോയിട്ട് ഒരു തൊഴിൽ ചെയ്യാത്ത ആളുകളോ മറ്റ് പുറത്തുള്ള മറ്റ് കാര്യങ്ങളിൽ ഇടപെടാത്ത ആളുകളോ ഇന്ന് ആരുമില്ല. ആരും വീട്ടിൽ ഇരുന്ന് അടുക്കള ജോലി മാത്രം ചെയ്തിരിക്കുന്ന ആരും ഇന്ന് സ്ത്രീകളായിട്ടായാലും പുരുഷന്മാരായാലും ആരുമില്ല. എല്ലാരും എന്തെങ്കിലും തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. ആരും വെറുതെ ഇരിക്കുന്നില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ എങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടുവേലയായിട്ട് നടക്കുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒന്ന് പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരുടെ കയ്യിലും ഇന്ന് അത്യാവശ്യം പൈസ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അതിനൊന്നും അത്ര വലിയ പ്രയാസം എല്ലാവർക്കും. ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, പക്ഷെ എല്ലാവരും അതിൽ പെട്ടാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഒരു 75-80% ആളുകളും അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാല്, നമ്മുടെ സ്വന്തം കയ്യിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി കഴിക്കണം. നമ്മളെ മനുഷ്യനാണല്ലോ കൊതി ഉണ്ടാവുന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഭക്ഷണത്തിനോട് കൊതി ഇല്ലാത്ത ആളുകൾ ആരുമില്ല. അപ്പൊ നമ്മളെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് വാങ്ങിച്ചു കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി പങ്കെടുത്ത് അവിടെ ഒരു ഭയങ്കര ഫംഗ്ഷനൊക്കെ നടത്തി എന്നും ഒരു നല്ല നല്ല ഫുഡുകൾ കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ലോകം, അങ്ങനെ തന്നെ പറയാം, ഇന്നത്തെ ലോകം ജീവിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരും ആരെടുത്തും പൈസയ്ക്ക് ഒരു കുറവില്ല. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഇഷ്ടം പോലെ നിറഞ്ഞു കിടക്കുകയാണ്. മുട്ടിന് ഈ സംഭവങ്ങളാണുള്ളത്. നല്ല ഫുഡ് ഓരോ സ്ഥലത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്കത് കാണുമ്പോൾ കൊതിയാണ്, നമുക്ക് കഴിക്കണം. എല്ലാവർക്കും തോന്നുന്നതാണ്. ഞാൻ അത് ആരെയും കുറ്റം പറയുന്നില്ല, നല്ലതാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ നല്ലതാണെന്നല്ല പറയുന്നത്, ആ കൊതി തോന്നുന്നത് മനുഷ്യനല്ലേ. അപ്പൊ എന്താണ്, ഇന്ന് എല്ലാവർക്കും ഈ ഫാസ്റ്റ് ഫുഡ് ആയ ഭക്ഷണങ്ങളോട് കൊതി കൂടിയത് കാരണം മിക്ക ആളുകളും ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെ, നിങ്ങളും അത് അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുന്നുണ്ടാവൂലേ? അറിയാതെ നമ്മോട് ഭക്ഷണം കഴിച്ചു പോകുന്നില്ലേ? ആ റെസ്റ്റോറന്റ് കയറി ഇരുന്ന് പോയി, ഇപ്പുറത്തെ റെസ്റ്റോറന്റ് കയറി പോയി, അല്ലെ അപ്പുറത്തെ ഹോട്ടലിൽ കയറി ഇരുന്ന് പൊരിച്ച പഴംപൊരി ഉണ്ട്, പിന്നെ പല സാധനങ്ങളും അല്ലെ, ഞാൻ എണ്ണ എടുത്ത് പറയുന്നില്ല, അങ്ങനെ പല സാധനങ്ങളൊന്ന് ഭക്ഷണം ഏതൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ, അതുപോലെ വായ്ക്ക് രുചിയുള്ള ഭക്ഷണങ്ങൾ ആ സ്ഥലത്ത് കിട്ടുന്ന കാരണം നമ്മൾ എപ്പോഴും അവിടെയാണ് പോകുന്നത്. അപ്പൊ അതെന്താണ് നമ്മുടെ പ്രശ്നം? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. ഈ പൈസയാണ് ഏറ്റവും പ്രധാനം. ഈ ഫാസ്റ്റ് ഫുഡിലേക്ക് നമ്മൾ പോകാനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മളെ സ്വന്തം വരുമാനമായ ആ പൈസയാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ നമ്മളിങ്ങനെ ഈ ഫാസ്റ്റ് ഫുഡ് വാങ്ങി കഴിച്ച് നമുക്ക് വയറൊക്കെ കേട് വരുത്തി, പിന്നെ ഗ്യാസിന്റെ പ്രശ്നം വരുന്നു, BP വരുന്നു, ഷുഗർ വരുന്നു, കൊളസ്ട്രോൾ വരുന്നു, മറ്റ് അനുബന്ധ രോഗങ്ങൾ വരുന്നു. അപ്പൊ ഇതൊക്കെ അനുബന്ധ രോഗങ്ങൾ, പക്ഷാഘാതം വരുന്നു, സ്ട്രോക്ക് വരുന്നു, ഇങ്ങനെ പല അസുഖങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ഏറ്റവും പ്രധാനം എന്താണ്? നമ്മളെ ഈ ഫുഡ് തന്നെയാണ് ഏറ്റവും പ്രശ്നം. ഷുഗർ കൂടുന്നു. നമ്മൾ എവിടെ പോയാലും നമുക്ക് വായിക്ക് രുചി എന്ന് പറയുന്നത് മധുരമാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ മധുരം. ഈ രണ്ട് നമുക്ക് പറ്റിയ സാധനമല്ല, പക്ഷെ നമ്മൾ കഴിക്കുന്നുണ്ട്. ആരും പറയുന്നത് ഞാനും കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് നമുക്ക് ഈ ഷുഗറിന്റെ പ്രശ്നങ്ങൾ, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ പ്രശ്നങ്ങൾ തുടക്കത്തിന്റെ കാരണക്കാർ അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ്. അപ്പം എന്താണ്, നമ്മൾ ഇന്ന് ഭക്ഷണം അതൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തി കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എക്സസൈസും കൂടെ ചെയ്യാം. എക്സസൈസ് ഏറ്റവും നല്ലതാണ്. എക്സസൈസിനോളം നല്ലത് വേറെ ഒന്നുമില്ല. കൂട്ടത്തിൽ ഈ ഫുഡിന്റെ കൺട്രോളും നിർബന്ധമാണ്. അത് അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഫുഡ് കൺട്രോളിങ് പറയുന്നത്. ഭക്ഷണം ചോറായിക്കോട്ടെ, നമ്മൾ ശരിക്കും അരി ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതും കൂടെ ഇക്കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. നന്നായിട്ട് അരി ഭക്ഷണം കുറയ്ക്കുക, ചോറിന്റെ അളവ് കുറയ്ക്കുക. ചോറ് കഴിക്കാണ്ട് നിൽക്കാൻ മിക്ക ആളുകൾക്ക് കഴിയില്ല. പക്ഷെ നമ്മുടെ കേരളക്കാർക്കുള്ള ഈ ചോറിന്റെ പ്രശ്നം. മറ്റു സംസ്ഥാനക്കാർക്കൊന്നും ചോറിന്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കത് ഒരു നേരം കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് പുറത്തുപോയി പഠിക്കുന്ന ആളുകൾ, പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഈ ചോറൊക്കെ കുറവായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ ഉച്ചക്കത്തെ ചോറിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് നല്ലൊരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട്
നല്ലൊരു ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ഈ പുതിയ വീഡിയോയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കുക അല്ലേ. ചെറിയ ചെറിയ എക്സസൈസുകൾ, നമ്മൾ ഒരുപാട് വലിയ ഹാർഡായിട്ടുള്ള എക്സസൈസുകളൊന്നും ചെയ്യേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തു പോയാൽ മതി. അപ്പൊ തുടങ്ങാം അല്ലേ. ചെറുതായിട്ട് തുടങ്ങാം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഒരു 20-30 സെക്കൻഡ് ഒക്കെ ചെയ്യണം കുറഞ്ഞത്. ഞാനിപ്പോ ഓരോന്ന് 20 സെക്കൻഡ് ചെയ്യാൻ, നിങ്ങൾ അത് 30 സെക്കൻഡ് ആക്കി ചെയ്യുക. എന്നിട്ട് അങ്ങനെ കുറെ വീഡിയോ അങ്ങ് നീണ്ടു പോകുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് ചെയ്യുക. ഇപ്പം ഒരു 20 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ 5 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പം നമുക്കൊരു അരമണിക്കൂർ എന്തായാലും ചെയ്യാൻ പറ്റും. അങ്ങനെ അരമണിക്കൂർ തന്നെ ചെയ്യണം. 1 2 3. ഇതൊരു ശരീരത്തിന് പിരിച്ചിൽ കിട്ടേണ്ടിട്ടാണ് എല്ലാ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 4 5 6 7 8 9 10. ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആണ്. സാവധാനം ചെയ്യുന്നത് ഏത് പ്രായക്കാരും ചെയ്യാൻ പറ്റും. $90 $20. 1 2 3 4. നല്ല എക്സസൈസ് ആട്ടോ ഇത്. വയറിനൊക്കെ ഏറ്റവും സുഖം കിട്ടുന്ന ഒരു എക്സസൈസാണ്. വയറ് കുറയുകയും ചെയ്യും. 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4 3 2 1. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4
3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ ഈ ബാലൻസിന്റെ പ്രശ്നം ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഒരു ബാലൻസിന്റെ പ്രശ്നം അങ്ങനെ വരുമെന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് 1, 2, ഒരു 45 ഡിഗ്രിയിലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നേരെ ഇങ്ങനെ വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ചെറുതായിട്ടൊന്ന് നടക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വെച്ചിട്ട് 1, 2, 3, 4, 5, 6,
7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇതിങ്ങനെ അധികം അങ്ങനെ ഒരുപാട് ബെൻഡ് ചെയ്യണ്ട. ഒരു പാകത്തിന് നമുക്ക് ഇവിടെയുള്ള വാരിയല്ലിന് പ്രശ്നമായിരിക്കും ഒരുപാട് വളഞ്ഞാൽ. തുടക്കക്കാരൊക്കെ കുറേശ്ശെ വളയോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അടുത്തൊന്ന് പറ്റുന്ന പോലെ ചെയ്താൽ മതിയേ. അത് നല്ല വിടർത്തി വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതൊക്കെ നമ്മളെ വയറിന് ഏറ്റവും സുഖമുള്ള ഇതാണ് കേട്ടോ. വയറ് കുറയാനും വയറിലെ ഫാറ്റ് കുറഞ്ഞ് വയറിന്റെ കുടവയറ് കുറഞ്ഞ് നല്ലൊരു ശരീരം നല്ലൊരു ഷേപ്പായി കിട്ടാൻ ഇങ്ങനത്തെ എക്സസൈസുകൾ ഏറ്റവും നല്ലത്. 1, 2, 3,
4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 ഇതൊന്നും ഒരുപാട് വളയണ്ട കേട്ടോ, ഞാൻ വളയാഞ്ഞിട്ടാ. 8 9 10. ഇവിടെ സാധാരണക്കാരായ ഒരാൾക്ക് ഇവിടെ പെട്ടെന്ന് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് വളഞ്ഞാല് ഇവിടെയുള്ള ഈ വാരിയെല്ലിനൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് കുറേശ്ശെ ചെരിഞ്ഞാൽ മതി രണ്ട് ഭാഗത്തേക്ക്. ഇനി മുന്നോട്ടായിക്കോട്ടെ പിന്നോട്ടായിക്കോട്ടെ എടുക്കുമ്പോൾ ഒരു നോർമൽ ചെയ്താൽ മതി. നമ്മളൊരു സാധാരണക്കാരാണ്, നാട്ടിൻ പ്രദേശത്തുള്ള ആളുകൾ ഉദ്ദേശിച്ചാണല്ലോ ഞാനിത് ചെയ്യുന്നത്. അപ്പം നാട്ടിൻ പ്രദേശത്തെ ആളുകള് പല തൊഴിലിലൊക്കെ പോകുന്ന ആളുകൾ നമ്മൾ ഒരുപാട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് ശരീരത്തിന് ദോഷകരമായി മാറുമ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതൊരു ദോഷമായി മാറരുത്. അപ്പൊ എന്ത് ചെയ്യുന്നേരവും നമുക്ക് എന്താണോ പറ്റുന്ന വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. കൂടുതൽ വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കത് ശാരീരിക പ്രശ്നങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിതി, നമ്മളെ ആരോഗ്യസ്ഥിതി, നമ്മളെ കഴിവ് എങ്ങനെയാണോ ചെയ്യുന്നത് ചെയ്താൽ മതി. സാവധാനം കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. പെട്ടെന്നൊന്നും അങ്ങനെ എടുത്ത് ചെയ്തുകൂടരുത്. ഇനി നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കുക അല്ലേ. 1 2 3 4 5 6 7 8 9 10. നമ്മുടെ സ്ട്രെച്ചിങ് ഒക്കെ വളരെ നല്ലതാട്ടോ. നമ്മളെ ശരിക്കും നമ്മുടെ ഞരമ്പുകളുടെ രക്തോട്ടമൊക്കെ നന്നായിട്ട് ഇതാകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നേരം കാലിങ്ങനെ ദൂരോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടോ, എത്രത്തോളം താഴോട്ട് വരാൻ പറ്റുന്നൊക്കെ നോക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക. 1 2 3 4 5 6 7 8 9 10. നേരെ പൊസിഷനിൽ വരിക. നേരെ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തിട്ട് വൺ 2 3 4 5 6 7 8 9 10. എന്നിട്ട് കുറച്ച് സമയം ഒരു മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് നമുക്ക് എന്താണോ ആഗ്രഹം, നമുക്ക് എന്തെങ്കിലും വരാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ഇത് സാധിക്കണേ അത് സാധിക്കണേ എന്നൊക്കെ വിചാരിക്കൂലേ. അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം. നമ്മളെ കാല്, നമ്മുടെ ശരീരഭാഗങ്ങളൊന്ന് ഓർക്കുകയും കൂടി ചെയ്യാം. കാല്, മുട്ട്, അര, വയറ്, കാലുകള്, കൈകള്, ഷോൾഡർ, കഴുത്ത്, തല. ഓരോന്നിനും
ഒരു ചലനം കൊടുക്കണം നമ്മൾ ഓരോന്ന് ചിന്തിക്കുന്ന സമയത്തും. കാലിനാണെ കാല്, മുട്ടാണെ മുട്ട്. അപ്പൊ നമ്മളങ്ങനെ മനസ്സിൽ അതൊരു ചിന്ത വേണം. അങ്ങനെ കുറച്ചു നേരം ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ തൊഴിൽ എന്തിനാണോ പോകുന്നത് നമുക്ക് അതിന് പോവാമല്ലോ. അപ്പൊ ഒരു സമാധാനമാണ് അല്ലെ. നമ്മൾ ഇന്നൊരു എക്സസൈസ് ചെയ്ത് രാവിലെ എണീച്ച് ഞാനൊരു എക്സസൈസ് ചെയ്ത് അതൊരു ആശ്വാസം, എന്തോ ഒരു വിലപ്പെട്ട എന്തോ ഒരു കാര്യമാണ് ചെയ്തത്. പിന്നെ നമ്മളെ നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. നമ്മൾ ഇന്ന് ആ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ചെയ്തത് എന്ന് ഓർക്കണം. ഒരു എക്സസൈസ് ചെയ്യുന്ന ആളുകൾ. മറ്റു ചെയ്യാത്ത ആളുകൾ അതുപോലെ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ജീവിതത്തിൽ ഒരു നഷ്ടം തന്നെയാണ് എക്സസൈസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെയ്യാൻ നടക്കുന്ന എക്സസൈസ്. പക്ഷെ നടക്കണ്ടെന്ന് ഞാൻ പറയുന്നത്, നടക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഒരു നല്ലത് എക്സസൈസ് ആണ്. പക്ഷെ വയറൊക്കെ കുറയാൻ നമ്മൾ നടന്നാലൊന്നും അങ്ങനെ വയറ് കാര്യമായിട്ട് കുറയൊന്നുമില്ല. പക്ഷെ എക്സസൈസ് ചെയ്തെങ്കിൽ മാത്രമേ വയറ് കുറയാ, ഫാറ്റ് കുറയാന്നൊക്കെ പറയുന്നത് എക്സസൈസിൽ കൂടെ മാത്രമേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നടക്കുന്നത് നല്ലതാണ്. അത് നടക്കുന്നത് നല്ലതല്ല ഞാൻ പറയുന്നത്. നടക്കും, അതിനനുസരിച്ച് നടക്കണം. എന്നാലും കുറച്ചൊരു ഇതുണ്ടാവും. എന്നാലും വയറ് കുറയണമെങ്കിലും ശരീരത്തിലെ ഫാറ്റോ കുറയണമെങ്കിൽ ശരിക്കും എക്സസൈസ് ആണ് ഏറ്റവും നല്ലത്. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. എല്ലാവരും എൻ്റെ എക്സസൈസ് കാണുക, വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. യോഗ ടിപ്സ് ബൈ സൗമിനി.